ഹായ് നമസ്കാരം, എല്ലാവർക്കും തായൽ വ്ളോഗിലേക്ക് സ്വാഗതം. 2 മാസം മുമ്പ് ഒരു പനി പിടിച്ച് ജലദോഷം, ചുമ എല്ലതും ഉണ്ടായിരുന്നു. ഡോക്ടറെ അടുത്ത് പോയി, പനി മാറി. പക്ഷേ ശബ്ദം തിരിച്ചു വന്നില്ല, ചുമ മാറിയില്ല, ഭയങ്കര ചുമ. അങ്ങനെ ഒരു ദിവസം എൻ്റെ അനുജനെ കണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പല റെമഡികളും ചെയ്ത് നോക്കിയിട്ടാ. പനിക്കൂർക്കയുടെ നീര്, ചെറുള്ളിയുടെ നീര്, കുരുമുളക്, അങ്ങനെ പലതും എല്ലാവരും പറയണതൊക്കെ ചെയ്ത് നോക്കും. ഒരു ദിവസം എൻ്റെ അനുജനെ കണ്ടു. അനുജൻ പറഞ്ഞു, അനാറുണ്ടല്ലോ, അനാറിൻ്റെ നീരെടുക്കുക. അതിൽ അനാറിൻ്റെ നീരെടുത്തിട്ട് അതിൽ 1 സ്പൂണ് തേൻ ചേർത്തിട്ട് വെറും വയറ്റിൽ കഴിക്കാൻ പറഞ്ഞ് 2 ദിവസം കഴിച്ചു നോക്കുക പറഞ്ഞു. ഞാൻ ഒരു ദിവസം കഴിച്ചപ്പോൾ തന്നെ ആശ്വാസമായി. 2ാമത്തെ ദിവസത്തിന് പകുതി മാറി എന്ന വിധത്തിലായി. അപ്പോൾ ആ റെമഡിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത്. ഇതിനായിട്ട് ഒരു അനാർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗം തലയും കടയും, ഈ 2 ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് സെൻറ്റർ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക ചെറുതായിട്ട്. ഇത് 2 കഷ്ണമാക്കുക. അങ്ങനെ 2 കഷ്ണമാക്കിയിട്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് ഒക്കെ കൊഴിഞ്ഞ് വരും. ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. കണ്ടോ? സ്പൂൺ എടുത്ത് അടിച്ചാൽ ഇതിങ്ങനെ വരും. അനാറ് ഇതിൻ്റെ കുരൊക്കെ ശരിക്കും എടുത്തിട്ടുണ്ട്. ഇതിൽ വെളുത്ത പാടകളുണ്ടാവും അനാറിൻ്റെ, ചെറിയ ചെറിയ തൊലികൾ ഉള്ളിലത്തെ, അതൊക്കെ മാറ്റണം. എന്നിട്ട് ഞാൻ മിക്സിയിലിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് കൊടുക്കട്ടോ. ഞാൻ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ്. മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചാൽ മതി. അപ്പോൾ ശരിക്കും എന്നിട്ട് കിട്ടും അതിൻ്റെ നീര് ശരിക്കും. എന്നിട്ട് അരിപ്പയിലുണ്ട് അരിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. അത് ഒന്ന് അടിച്ചിട്ട് വരാം. ഒരു അനാറ് അടിച്ചാൽ ഇത്ര നീരുണ്ട്. അത് അനാറിൻ്റെ ഇതിൽ വെള്ളമൊന്നും ചേർത്തില്ല, വെള്ളം ചേർക്കാത്ത നീരാണ്. ഞാൻ 1 സ്പൂൺ തേൻ എടുത്തിട്ടുണ്ട്. ഇത് ഒറിജിനൽ തേനാണ്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. നീരുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. നല്ല മിക്സ് ചെയ്യുക. അതിൽ മിക്സ് ചെയ്തിട്ട് അത് രാവിലെ വെറും വയറ്റിൽ ഇതുകൊണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിച്ചാൽ നിങ്ങളുടെ ചുമ കുറേ കുറയും, പകുതി കുറയും. ഒരു 2 ദിവസം കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കുറയും. ഗ്യാരണ്ടിയാണ്, അനുഭവത്തിൽ നിന്ന് പറയാണ്. ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓക്കെ, കമൻറ്റ് ചെയ്യുക. ആരൊക്കെ ചെയ്ത് നോക്കിയിട്ട് എന്തൊക്കെ അതിൻ്റെ ഫലം, ചുമയുള്ളവരൊക്കെ ചെയ്ത് നോക്കുക. അല്ല, ഹെൽത്തിയാണ്. ഓക്കെ, ബൈ.